ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ നെക്സ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ കാണുന്നവർക്കുണ്ട് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മാജിക് ഓഫ് സെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമായിട്ടാണ് വന്നിരിക്കുന്നത്. ബേസിക് സയൻസിലെ മാജിക് ഓഫ് സെൻസസ് എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാജിക് ഓഫ് സെൻസസ്. ഓക്കെ, മാജിക് ഓഫ് സെൻസസ്. ഓക്കെ, നമുക്കറിയാം സെൻസസുകൾ എന്ന് പറഞ്ഞാൽ എന്താ. സെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കാണാനും 5 സെൻസ് ഓർഗൻസാണ് നമുക്ക് സാധാരണയായിട്ടുള്ളത്. എന്താണ്, കേൾക്കാനും കാണാനും രുചിക്കാനും അങ്ങനെ അറിയാനും ഒക്കെയുള്ള ഓർഗൻസ്. അത് അങ്ങനെ എന്താ പറയുക, കേൾക്കാനും കാണാനും അതൊക്കെയാണ് സെൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, കാണാനും കണ്ണൊരു സെൻസ് ഓർഗനാണ്. അതുപോലുള്ള ഓർഗൻസാണ് ഈ സെൻസ് ചെയ്യുന്ന ഓർഗൻസ് എന്ന് പറഞ്ഞാൽ. കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക്, അങ്ങനത്തെ ഒരുപാട് അവയവങ്ങളാണ് നമുക്ക് സെൻസ് ഓർഗൻസ് ആയിട്ടുള്ളത്. സോ ഇവിടെ അടിയിലുള്ളത് നമുക്ക് എന്താ നോക്കാം. ഐ ക്യാൻ റീഓർഗനൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്സ്. എനിക്ക് ഏറ്റവും ചെറിയ സൗണ്ട് അടക്കം എനിക്ക് കേൾക്കാൻ പറ്റുന്നതാണ് ഇവിടെ നായി പറയുന്നതെങ്കിൽ എന്നാ പറയുന്നത്. ഇവൻ എന്താ പറയുന്നത്, ഐ ക്യാൻ സീ ഈവൻ ഫ്രം എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. എനിക്ക് ദൂരത്തു നിന്നുള്ള കാഴ്ച കൂടുതലാണ്, അഥവാ ലോങ് സൈറ്റ്. അതായത് ദൂരക്കാഴ്ച പരുന്തിൻ്റെ ഒരു ഫീച്ചറാണല്ലേ. എന്താ, ദൂരത്ത് നിന്നുകൊണ്ട് കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളത് പ്രാവിൻ്റെ ഒരു ഫീച്ചറാണ്. ഇവിടെ പൂമ്പാറ്റ എങ്ങനെയാണ്, ഐ ക്യാൻ റീഓർഗനൈസ് ടേസ്റ്റ് യൂസിങ് മൈ ലെഗ്സ്. കാലുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, രുചിച്ചറിയാൻ പറ്റുന്നവനാണ് ആര്, നമ്മുടെ പൂമ്പാറ്റ കേട്ടോ. ഐ ക്യാൻ റീഓർഗനൈസ് ഈവൻ ദ ഫെയിൻറ്റസ്റ്റ് ഓഫ് സ്മെൽ അറിയാൻ പറ്റും അല്ലേ. ഈവൻ മൈ ബോഡി ഈസ് ഹാർഡ് ലൈക്ക് എ റോക്ക്. നമുക്കറിയാം മുതല അല്ലെങ്കിൽ അലിഗേറ്ററിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ കല്ല് പോലെയാണ്, റോക്ക് പോലെയാണെന്നാണ് പറയുന്നത്. ഐ വിൽ നോ, എന്നാലും കല്ല് പോലെയുള്ള സാധനമാണെങ്കിലും എന്താണ് അറിയാം, ഐ വിൽ നോ വേർ എവർ ഐ ടച്ച്. അതായത് എവിടെയാണോ തൊടുന്നത് എന്ന് അറിയാം. ഇപ്പം ഒരു കല്ല് പോലെയുള്ള സാധനത്തിനൊന്നും പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ സ്കിന്ന് കല്ല് പോലെ ആണെങ്കിൽ കൂടി അതിനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും, ഇപ്പോൾ എന്തിലൂടെ, വെള്ളത്തിലൂടെയാണ് വെള്ളമൊക്കെ അറിയാൻ പറ്റും എന്നാണ്. അത് നിൽക്കുന്ന സ്ഥലം അറിയാൻ പറ്റും. ഓക്കെ, നമ്മളിത് വായിച്ചു. നമുക്ക് ഒരുപാട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ഒരു സെൻസ് ഓർഗൻസൊക്കെ ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ദിസ് ഓർഗൻസ് ഹെൽപ്പ് എന്താ പറയുന്നത്, ദിസ് ഓർഗൻസ് ഹെൽപ്പ് ദ ക്രിയേച്ചർ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ് ത്രൂ സൈറ്റ്, ടച്ച്, ഹിയറിങ്, സ്മെല്ല്, ടേസ്റ്റ്. നമുക്ക് കാണാം ഈ ഓർഗൻസൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഇത് ഫില്ല് ചെയ്യുന്ന കേട്ടോ. അത് ഫില്ല് ചെയ്താലേ ഇത് മനസ്സിലാവുള്ളൂ. എന്തായാലും ഇത് ഓർത്ത് വെക്കാം. ദിസ് ഓർഗൻസ് ഹെൽപ്പ്. ഈ ഓർഗനുകളാണ് നമ്മുടെ ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സൈറ്റ് കാണാനും, ടച്ച് തൊടാനും, തൊട്ടറിയാനും, കേൾക്കാനും, ഹിയറിങ് കേൾക്കാനും, സ്മെല്ല് ചെയ്യാനും, ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓരോ ടൈപ്പ് ഓർഗൻസ് ഓരോ ജീവികളിലുണ്ട്. അത് കണ്ടെത്തി ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇയറാണല്ലേ, നമുക്കൊക്കെ ഉള്ള മാതിരി ഇയറാണ്. ഇതിന് ഹിയറിങ്ങിന് കേൾക്കാൻ നമ്മൾ ചെവി യൂസ് ചെയ്യില്ലേ, അതാണ് പറഞ്ഞത്. എത്തുള്ളൂ. ഇവിടെ സെൻസ് ഓർഗൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓർഗൻസ് എന്താണെന്നാണ് കേട്ടോ പറയുന്നത്. ഓർഗൻസ് എന്താണെന്നാണ് പറയുന്നതാ, സെൻസ് ഓർഗൻസ് എന്താ പറയുന്നത്. ഓക്കെ, ക്രിയേച്ചർ ഹാവ്, നമ്മൾ ലൈൻ ബൈ ലൈൻ പഠിക്കുക. ക്രിയേച്ചർ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജീവജാലങ്ങൾക്ക് ഒരുപാട് ടൈപ്പുള്ള ഓർഗനുകൾ അല്ലെങ്കിൽ അവയവങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ടൈപ്പ് ഓഫ് ഓർഗൻസ് അവർക്കുണ്ട്. എന്തിനെ ഹെൽപ്പ് ചെയ്യാനാണ്, അവർക്ക് ചുറ്റുപാട് മനസ്സിലാക്കാൻ, നമ്മുടെ ചുറ്റിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ. അതാ പറയുന്നത് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് സറൗണ്ടിങ്സ്. ഈ ഓർഗൻസ് ക്രിയേച്ചേഴ്സ് ഈ ജീവികളെ എന്ത് ചെയ്യുന്നു, ഈ ഓർഗൻസ് ഹെൽപ്പ് ചെയ്യുന്നു ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ. ഓക്കെ, സിമ്പിൾ അല്ലേ. ഓക്കെ, ഏതൊക്കെ ദീസ് ഓർഗൻസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. അത് നമുക്ക് ഈ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ, സറൗണ്ടിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെയാണ്, ക്രിയേച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് ഓർഗൻസ് എന്ന് വിളിക്കുക സെൻസ് ഓർഗൻസ് എന്ന് വിളിക്കുക കേട്ടോ. ആർ കോൾഡ് സെൻസ് ഓർഗൻസ് കേട്ടോ. സെൻസ് ഓർഗൻസ് എന്നാണ് വിളിക്കുക. സെൻസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾസ് ഇതാ അവിടെ തന്നിരിക്കുന്നത്. പിടിച്ചോ, ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക് ആൻഡ് സ്കിന്ന്. മനസ്സിലായോ? ഐസ് കണ്ണ്, ഇയേഴ്സ് ചെവി,
നോസ് മൂക്ക്, നമ്മുടെ സ്മെല്ലറിയാൻ. ഐ എന്തിനാ? സൈറ്റിന്, അതായത് കാഴ്ചക്ക്. ഇയേഴ്സ് എന്തിനാ? ഹിയറിങ്ങിന്, അതായത് നമ്മുടെ കേൾക്കാൻ. നോസ് എന്തിനാ? നമുക്ക് മണം അറിയാൻ അല്ലേ, സ്മെല്ല്. ടങ്ക് എന്തിനാ? നമ്മൾ രുചിച്ചറിയാൻ, ടേസ്റ്റ് അറിയാൻ അല്ലേ. അതിൻ്റെ സ്കിന്ന് ടച്ചിങ്. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. മനസ്സിലാക്കിയോ? സിമ്പിളല്ലേ? സെൻസ് ഓർഗൻസ് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് അറിയാൻ പറ്റുന്ന ചുറ്റുപാടിനെ അറിയാൻ സഹായിക്കുന്ന ഓർഗൻസ് ആണ് കേട്ടോ. സോ അടുത്തതിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, നമുക്കില്ലേ പൊസിഷൻ, വെൻ ദ പൊസിഷൻ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഭാഗം കേട്ടോ പറയുന്നത്. പിടിച്ചോ, വെൻ ദ പൊസിഷൻ ചേഞ്ചസ് കേട്ടോ. സോ വെൻ ദ പൊസിഷൻ ചേഞ്ചസ് എന്ന് ഭാഗത്ത് എന്താ പറഞ്ഞത്? ദ ഐസ് അതർ ക്രിയേച്ചർ സിമിലർ ടു ഓൺ ഐസ്. അതായത് അവരുടെ സ്വന്തം കണ്ണ് പോലെ, അതായത് എല്ലാ ക്രിയേച്ചേഴ്സിനും നമുക്കറിയാലോ ഒരുപോലെയാണോ കണ്ണ്. ഇപ്പോൾ മനുഷ്യൻ്റെ കണ്ണ് നോക്കുക നിങ്ങൾ, അതുപോലെയാണ് നമുക്ക് ഒരു കോഴീൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ പറയാം. ഒരു പാമ്പിൻ്റെ കണ്ണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു കാക്ക നിങ്ങൾ കണ്ടില്ലേ, കാക്കേനെ നമ്മൾ അതിൻ്റെ ബാക്കിൽ നിന്ന് കല്ലെടുത്ത് എറിയാൻ നോക്കിയാൽ പോലും അത് പറന്നു പോകും. ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഇതിനെ എങ്ങനെയാണ് അത് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായത് അവരുടെ കണ്ണ് നമ്മളെപ്പോലെ എന്താ പറയുക നേരിട്ടില്ല, ഡയറക്റ്റ് അല്ല, അവരുടെ സൈഡിലാണ്. സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ഇത് ഈ ആടിനെയൊക്കെ കണ്ട, ആടിൻ്റെ കണ്ണ് ഇതാ ഇവിടെയൊക്കെ ആട്ടാ. അയ്യോ പണിയായല്ലോ, ഇവിടെയാണ് മാഷേ, ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡുകളിലാണ്. അതുകൊണ്ട് അങ്ങനെ വ്യത്യാസമുണ്ട്. പക്ഷെ പുലിയുടെ കണ്ണൊക്കെ നമ്മുടെ കണ്ണുമാരിയ ഡയറക്റ്റാണ്. അപ്പോൾ എല്ലാവരുടെയും പൊസിഷൻസ് ഒരുപോലെയല്ല, മനസ്സിലായോ? കോഴീൻ്റെ ഒക്കെ അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അല്ലേ, രണ്ട് സൈഡിലാണ്, രണ്ട് സൈഡ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം മനസ്സിലായില്ല. ഐസിന് എന്ത് ചെയ്യുന്നുണ്ട്? പൊസിഷൻ ഉണ്ട്. ഓരോ ക്രിയേച്ചേഴ്സിലും ഓരോ പോലെ പൊസിഷനാണ്. ഓക്കെ, അടുത്തത് ക്ലാസിഫൈ ദ ക്രിയേച്ചേഴ്സ് ഇൻ ടു ഗ്രൂപ്പ്സ്. നമ്മൾ ജീവജാലങ്ങളെ ഗ്രൂപ്പുകളിലേക്ക് മാറ്റുക. ഇതിൻ്റെ ബേസിലാണ് പൊസിഷൻ ഓഫ് ദെയർ ഐസ്. ഇപ്പം ഇവിടെ കാണാൻ ഗോട്ടിൻ്റെ കണ്ണ് പോലെയല്ല ടൈഗറിൻ്റെ കണ്ണ്, ടൈഗറിൻ്റെ കണ്ണ് പോലെയല്ല നമ്മുടെ കോഴീൻ്റെ കണ്ണ് കണ്ട. അങ്ങനെ അവനെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലൊക്കെ ആക്കി തിരിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ആനിമൽസ് വാൻ ഐസ് ഓൺ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ്സ്. തലയുടെ നമ്മളൊക്കെ പോലെ തന്നെ നമ്മുടെ കാര്യം ടൈഗറിൻ്റെയും ലയൻ്റെയൊക്കെ കണ്ണ് നേരെയാണ് നമ്മളെ തന്നെ ഹ്യൂമൻസിനെ പോലെ. സോ പറയുന്നത് ആനിമൽസ് വിത്ത് ഐസ് ഓൺ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ്സ്, തലയുടെ നേരെ നിൽക്കുന്ന ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ്സ് ആർ ഏബിൾ ടു പ്രിസിസ്ലി അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ അല്ലേ പറയുന്നത്. എന്താ പറയുന്നത്? അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട്സ്. അതായത് ദൂരം മനസ്സിലാക്കുക. ഇങ്ങനെ നേരെ കണ്ണുള്ളത് കൊണ്ട് എന്താ ഗുണമാടാ? പൊസിഷനും, അതായത് അപ്പോൾ അതിന് ഒരു ഇരയെ പിടിക്കണമെങ്കിൽ ഇരയുള്ള ദൂരവും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസും പൊസിഷനും ഒക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അല്ലേ. ഇതാണ് നമ്മൾ നേരെ കണ്ടുണ്ടായാലും ഗുണം. അതാ പറഞ്ഞത് ഐസ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ് ആർ ഏബിൾ ടു പ്രിസിസ്ലി അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്. അതിപ്പം ഒരു സിംഹം വരെ, സിംഹത്തിൻ്റെ കണ്ണ് എന്താ നേരെയാണ്. സോ അതിന് ഇര പിടിക്കണം. അപ്പോൾ ആ ഇരയെ കണ്ട ഉടനെ അതിന് എന്തൊക്കെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ്, ആ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, പൊസിഷനൊക്കെ മനസ്സിലാവും. ഇപ്പം ദിസ് പ്രിക്യൂർലി ഓഫ് അനിമൽസ് ലൈക്ക് ടൈഗേഴ്സ്. ഓർത്ത് അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചേക്കണേ. ടൈഗേഴ്സ്, ലയൺസ്,